Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPI-ൽ പൊട്ടിത്തെറി. സ്വാഭാവികം. എനിക്കും തോന്നിയത്. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. അതിനിടെ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മനസ്സിലുള്ളത് മുഖത്ത് നോക്കി പറയണം, വാശിയോടെ പറയണം. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇഷ്ടം. ഞാൻ അപ്പോഴത്തെ വാശിയില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. ഗോവിന്ദന്റെ വാക്കും പഴയ ചാക്കും ഒന്നാ, ഓന്തിന്റെ സ്വഭാവ. ആര്യക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് V ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. നിനക്ക് ഞങ്ങളെ ദ്രോഹിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല, പക്ഷേ ആരും ദ്രോഹിക്കപ്പെടരുതെന്നുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആകാത്തരം നടത്തിയിട്ടുള്ളത്. എന്താ ചെയ്യാ, പടച്ചോന്റെ ഒരു തീരുമാനം. തോൽവിക്കും വിമർശനങ്ങൾക്കും പിന്നാലെ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസുമായാണ് ആര്യ രാജേന്ദ്രൻ എത്തിയത്. ആര്യ രാജേന്ദ്രനോ ഗായത്രി ബാബുവോ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരച്ചേർച്ചയിലല്ല. 2020 മേയർ സ്ഥാനത്തേക്ക് ഗായത്രിയുടെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് തഴയപ്പെടുകയായിരുന്നു. നിന്റെ ഉദ്ദേശം എന്താ അറിയണോ തനിക്ക്? ഇവിടെ ഞങ്ങൾ കട്ടുമുടിക്കും, എന്നിട്ട് ഈ കൊച്ചു കൊട്ടാരം കുളം തോണ്ടും. ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല.